ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആ ഒരു സമയത്ത് ഫ്രഞ്ച് എന്ന് പറയുന്ന ഫ്രഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിലുള്ള ആളുകൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിലായിരുന്നു. അപ്പം ആരാണ് ഫ്യൂഡൽ പ്രഭുക്കന്മാര്, എന്താണ് ഫ്യൂഡലിസം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇവന്മാര് പണ്ടത്തെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് രാജാവ്, രണ്ട് പ്രഭുവർഷം, മൂന്ന് കർഷകർ. അപ്പം മൂന്നായിട്ടാണ് നമ്മുടെ ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് രാജാവ്, രണ്ട് പ്രഭുക്കന്മാര്, മൂന്ന് കർഷകർ. അങ്ങനെ ഇവര് മൂന്നായിട്ട് തരംതിരിച്ചിട്ട്. അപ്പം ഒന്നും രണ്ടും എസ്റ്റേറ്റിലുള്ള ആളുകൾ എന്തായിരുന്നു? ഒരു വളരെയധികം അടിപൊളിയായിട്ട് ആഡംബര ലൈഫായിരുന്നു ജീവിച്ചിരുന്നത്. മൂന്നാമത്തെ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടതയിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചു നാളെല്ലാം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? കുറച്ചു നാൾ കഴിഞ്ഞപ്പം രാജാവും രാജ്ഞിയൊക്കെ വളരെയധികം ആഡംബരമായിട്ടുള്ള ജീവിതമൊക്കെ നയിച്ച് കടക്കണിയിലായപ്പോ എന്ത് ചെയ്തു? രാജ്യത്തെ വീണ്ടും രക്ഷിക്കാനായിട്ട് അവരെന്ത് ചെയ്തു? പുതിയൊരു നികുതി ഇറക്കിയാലോ എന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മൂന്ന് എസ്റ്റേറ്റിലുള്ള ആളുകൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു നികുതിയും കൂടെ ഇറക്കാം. എസ്റ്റേറ്റിലെ ആളുകളടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ രാജാവ് ചോദിക്കുകയാണ്. ചോദിച്ച സമയത്ത് എന്ത് ചെയ്തു? ഒന്നും രണ്ടും എസ്റ്റേറ്റുകാർ പറഞ്ഞു പോലെ നമ്മൾ തരാം, കാരണം നമ്മൾ പൈസ ഉള്ള ആളുകളാണ്, നമ്മൾ തരാം. പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആള് പറഞ്ഞു പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ഒന്നാമത് ഒത്തിരി അധികം നികുതി ഞങ്ങൾ തരുന്നുണ്ട്, ഇനി തരാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഞങ്ങൾ നികുതി തരാം, പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകാരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നികുതി തരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? രാജാവ് ആകെ കൺഫ്യൂസ്ഡ് ആയി, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഈ ഒന്നും രണ്ടും എസ്റ്റേറ്റുകാരെ നമുക്ക് പിണക്കാനും പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു നികുതി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ജനങ്ങൾ, മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു അന്നത്തെ ചക്രവർത്തിയെ മാറ്റിയിട്ട് അവര് മൂന്നാമത്തെ എസ്റ്റേറ്റുകാര് സ്വയമായിട്ടൊരു അസംബ്ലി രൂപീകരിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു ചക്രവർത്തിനെ മാറ്റിയിട്ട് എന്താണ്, സ്വയമായിട്ടൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി.